ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പ്രമുഖ യാത്രികൻ നരേന്ദ്ര ദാമോദർദാസ് മോദി കേരള രാജ്യത്തേക്ക് എത്തുകയാണ്. പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരിയായ സമത്വഗുരു വെള്ളാപ്പള്ളി കാര്യങ്ങൾ നീക്കുന്നതിനിടെ കടുത്ത ആരോപണവുമായി ഗോകുലം ഗോപാലൻ ആഗതനായി. പ്രതിമ സ്ഥാപിച്ച ശങ്കേഴ്സ് ആസ്ഥാനത്തിന്റെ പേര് വെള്ളാപ്പള്ളി ഷഷ്ടിപൂർത്തി മന്ദിരമാക്കിയതിലാണ് ഇപ്പോഴത്തെ പൊല്ലാപ്പ്. യാത്രയ്ക്ക് പിന്നാലെ അടങ്ങിയിരിക്കുന്ന വെള്ളാപ്പള്ളിയെ ഒരു തരത്തിലും വിടാൻ ഗോപാലൻ തയ്യാറല്ല. 15-ാം തീയതി പ്രധാനമന്ത്രി വരുന്നുണ്ട്. അത് ആർ ശങ്കറിൻ്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശങ്കേഴ്സ് ശരിക്കും ശങ്കേഴ്സിൻ്റെ ആർ ശങ്കറിൻ്റെ പേര് ഉദ്ധരിച്ചാണ് ആ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ. ഇപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളാപ്പള്ളി ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം എന്നും പറഞ്ഞിട്ട് ഒരു റിപ്പയറൊക്കെ ചെയ്ത് വലിയൊരു ബോർഡ് കാണുന്നുണ്ട്. അത് മാറ്റി ആർ ശങ്കർ സ്മാരകം തന്നെയാക്കി മാറ്റണം എന്ന ഒരു അപേക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത് എന്റെ സ്ഥലത്ത് മഹാത്മജിയുടെ പേരിൽ ഞാൻ സ്ഥാപിച്ച സ്കൂൾ. എന്റെ കാലശേഷം സോമൻ തമ്പി സ്കൂളിന്റെ പേര് മാറ്റി. മുതലാളി ഒന്ന് നോക്കൂ മുതലാളി, മഹാത്മാ തമ്പി വിലാസം മെമ്മോറിയൽ സ്കൂൾ. അല്ല മുതലാളി എന്തെങ്കിലും മെമ്മോറിയൽ ആവൂല, അപ്പൊ രണ്ടാമത് ബോർഡ് എഴുതിക്കണ്ട. മെമ്മോറിയൽ എന്റെ അച്ഛന്റെ പേരിന്റെ കൂടെ മതി. മഹാത്മാ തമ്പി വിലാസം സ്കൂൾ ഇവിടെ എത്രയും മതി. വെള്ളാപ്പള്ളി അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശ് എടുത്ത് വിനിയോഗം ചെയ്യാൻ സ്വന്തം കാര്യം ചിലവാക്കാന്നല്ലാതെ അവിടുത്തെ അത്രയും കഷ്ടപ്പെട്ട് ആർ ശങ്കറിന് ഉണ്ടാക്കിയ സ്വന്തം വീട് തന്നെ അയാൾ പല ബാധ്യതകൾ ഉണ്ടാക്കി പോയ ആളാണ്. അയാൾ എല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ പേര് മാറ്റി ഏറ്റവും വലിയൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് മാത്രമേ ഇപ്പോൾ ഉള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം. അത് മാറ്റി ആർ ശങ്കറിൻ്റെ പേര് തന്നെ മാറ്റണം എന്ന ഒരു അപേക്ഷ ഞങ്ങൾ ധർമ്മവേദിയിൽ എല്ലാവരുടെയും അപേക്ഷയാണ്. ഇത് ജനങ്ങളുടെ അപേക്ഷയാണ്. വിഷയം ഏതായാലും കിട്ടിയ ചാൻസിൽ വെള്ളാപ്പള്ളിയെയും SNDPയെയും 4 പറയുക എന്നത് ഗോപാലേട്ടൻ്റെ ശീലമാണ്. ബിജു രമേശും കൂടെയുള്ളപ്പോൾ എന്തിന് കുറവ് വരുത്തണം? SN ബൈലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 6 കോടി രൂപ വരുമാനം കഴിച്ചു. 9 കോടിയിലടക്കം ഇപ്പോൾ 2 കൊല്ലാണ് അയാളെ ബൈലോ വന്ന് പുറത്ത് വന്നത്. അയാളെ ബാലൻസ് ഷീറ്റ് പുറത്ത് വന്നു. മുമ്പ് ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങളെ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് ചെയ്തതെന്നറിയോ? എല്ലാ മെറ്റീരിയലും കിട്ടാത്തതിൻ്റെ പേരിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഓഡിറ്റ് റിപ്പോർട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഇത് നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അവസാനം ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങനെയാണ്. ഒരു ഓഡിറ്റർ ഇത് ശരിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. അവിടെ ജാതിയില്ല, മതമില്ല, ഈ പറയപ്പെടുന്ന ഈഴവ സമുദായത്തിന്റെ രക്ഷകനുമല്ല. പൈസ ഉണ്ടെങ്കിൽ അഡ്മിഷൻ തരാം. അവിടെ സംവരണത്തിൽ കൊടുക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന 20% സീറ്റ് പോലും വിൽക്കുകയാണ് ചെയ്യുന്നത്. മാനേജ്മെന്റ് സീറ്റ് വിൽക്കുന്നു, ഈ 20% നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് വിൽക്കുന്നു. പിന്നെ എന്താണ് ജാതി? സമുദായത്തിന് വേണ്ടി ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. സമുദായത്തിന്റെ പോലും സീറ്റ് വിറ്റ് വീട്ടിൽ കൊണ്ടുപോയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ ആരും ചോദിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയാണ്. ചോദിക്കുന്നവരെ പിന്നെ അടിച്ചു താഴ്ത്തി ഇടുക എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയത്. അങ്ങനെ ആര് ചോദിച്ചാലും പുറത്താക്കും. പിന്നെ പൈതൃകമായിട്ട് ആ SNDP യോഗത്തിൽ പ്രസിഡന്റ് സെക്രട്ടറി ഇരിക്കുന്നവർക്ക് അത് അവരെ പുറത്താക്കി മാനം കെടാൻ പറ്റില്ല എന്നുള്ള രീതി കൊണ്ട് മാത്രം അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കുന്നത്. ഈ ക്ഷാമം എന്തെങ്കിലും ഇറങ്ങും, അപ്പം നമുക്ക് പ്രവർത്തിക്കാൻ എന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണ്. ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റേറ്റ് നിങ്ങൾ 50 ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് ആർക്കും തരും. 51 എടുത്ത ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ SNDPയുടെയും SN ട്രസ്റ്റിന്റെയും സ്കൂളിലെയും കോളേജിലെ നിയമനം. ഈ PSCക്ക് വിട്ടുകൊടുക്കാൻ ബാക്കിയുള്ള സമുദായങ്ങളോട് പറയുമ്പോൾ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മാതൃകാപരമായിട്ട് SNDPയുടെയും SN ട്രസ്റ്റിന്റെയും നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കാനായിട്ട് എഴുതി കൊടുക്കാത്തത്? ഇതൊരു വല്ലാത്തൊരു പെരുമ്പാമ്പാണ് വീട്ടുകാർ ഇരുന്നത്. ആ ചന്ദനമരത്തിലുള്ള ഒരു സർപ്പപ്പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ, ഇയാൾ സുകുമാരൻ അഴീക്കോട്. അത് ശരിയാണ്. ആ ചന്ദനമരത്തിൽ കയറിയിരിക്കുന്ന സർപ്പപ്പാമ്പിനെ എടുത്ത് പുറത്തറിയാൽ മാത്രമേ ആ ചന്ദനമരമായി മാറും. സന്തോഷമായി. ഡോസ് തീർത്ത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടികൾ പല വഴികളിൽ നിന്നായി എത്രയും പെട്ടെന്ന് വന്നാൽ വലിയ ഉപകാരം. ഇതിനിടെ CD-യിൽ അടങ്ങിയിരിക്കുന്ന ലീലാവിലാസങ്ങളും ക്രീഡകളും എന്താണെന്ന് അറിയുന്നതുവരെ ഒരു സമാധാനവും ഉണ്ടാകില്ല. വളഞ്ഞ വഴികളിലൂടെ ഓടിയതിന് വല്ല പ്രയോജനവും ഉണ്ടാകുമോ? അതോ സരിതയുടെ കത്തുപോലെ ബിജുവിൻ്റെ CD-യിലെ കലാപരിപാടികളും മാഞ്ഞു പോകുമോ? കാത്തിരിക്കാം. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.